ഫോട്ടോഗ്രാഫി എൻ്റെ ഒരു പാഷനാണ്. പണ്ട് മുതൽക്കേ ഞാനൊരു എൻ്റെ ഒരു യാരി സോണി എറിക്സൺ മൊബൈലിൽ ഞാൻ തുടങ്ങിയതാണ് ഫോട്ടോഗ്രാഫി. ദെൻ ഒരു കാനോൺ പവർഷോട്ട് SX40 പിന്നെ ഞാൻ കയറുന്നത്. പിന്നെ അവിടെ നിന്ന് DSLR ക്യാമറയിലോട്ട് ഞാൻ കയറി വരുന്നതും ഫോട്ടോഗ്രാഫിയിലോട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നതും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പോർട്രേറ്റ്സ് ചെയ്യാനാണ് കൂടുതൽ. പോർട്രേറ്റ്സ് ഉണ്ട്, ട്രാവലുണ്ട്, ന്യൂഡ് ആർട്ടുണ്ട്. ഇതാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫിയിലുള്ള സെക്ഷൻസ്. ഞാൻ പോർട്രേറ്റ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. പോർട്രേറ്റ്സിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആൾക്കാരിൽ നിന്ന് ഒരുപാട് റിവ്യൂസ് കിട്ടിയൊരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ ഒരു പെൺകുട്ടിയുടെ ഫേസിൽ കളർ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ വിളിക്കുന്നതും ആർട്ടിസ്റ്റിക് ബേസ് ആയിട്ടുള്ള ഫോട്ടോസ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ അല്ലാതെ അവരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും അവരുടെ ഫേസിലുള്ള പലതരം എന്താ പറയുക നല്ല ഭംഗിയുള്ള പല പോസസ് ഉണ്ടാവും. അത് നമുക്ക് ചിലവർ നല്ല ഷൈ ആയിരിക്കാം, ചിലവർ നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നവരുണ്ടാവും. പക്ഷേ നമുക്കത് പല ടൈപ്പിൽ നമുക്കത് യൂസ് ചെയ്ത് എനിക്ക് നല്ല പടങ്ങൾ ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക്. പിന്നെ പെട്ടെന്നുള്ള ട്രാവലിംഗ് ആയിരിക്കും എനിക്ക് കൂടുതൽ ഉണ്ടാവുക. കാര്യം ഫ്രണ്ട്സ് വരുമ്പം പെട്ടെന്ന് അവർ കാർ എടുത്തുകൊണ്ട് വരും, നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം, അല്ല ഇന്ന സ്ഥലത്ത് പോകാം, അങ്ങനെ പോകും. അങ്ങനെ ഒരു പെട്ടെന്നൊരു രീതിയിൽ പോയപ്പം ആണ് കൊച്ചി വെച്ച് എനിക്കൊരു ഫോട്ടോ, അതും വെളുപ്പാങ്കാലം ഒരു 4 മണിക്കാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങളിങ്ങനെ കറങ്ങി അവിടെ കൊച്ചിയിൽ എത്തുകയാണ് ചെയ്തത്. കൊച്ചിയിൽ എത്തി ഇപ്പം 4:30 ആകുമ്പോൾ അവിടെ ഒരു അപ്പൂപ്പൻ വരും. പുള്ളിക്കാരനൊരു ചായക്കടയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിക്കാനാണ് ശരിക്കും അവിടെ പോയത്. അപ്പോഴാണ് ഞാൻ ആ വ്യൂ കണ്ടതും അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോ ഭയങ്കര റിവ്യൂ ആയിരുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും പൊതുവെ പുറത്തും നല്ല റിവ്യൂസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പടം എന്ന് പറയാൻ, ഞാൻ ഒരിക്കൽ ശംഖുമുഖത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത്ത് മുരളി. അപ്പം അദ്ദേഹത്തിൻ്റെ രൂപം ഏകദേശം ഒരു ശിവൻ്റെ രൂപമായിട്ട് നല്ല മാച്ചിങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അവനോട് ശരിക്കും പറഞ്ഞിട്ടില്ല. ഞാൻ അവനെ കൊണ്ട് ശംഖുമുഖത്ത് പോയി അവിടെ സൺസെറ്റ് ടൈമിൽ ഞങ്ങളവിടെ ഇരുത്തിയിട്ട് ഞാൻ ബാക്ക് ചെയ്യുന്നൊരു ഷിൽ ഔട്ട് രീതിയിൽ ഞാൻ ഫോട്ടോ എടുക്കാനായിരുന്നു. അത് പക്ഷേ എനിക്ക് ഭയങ്കര റിവ്യൂ വന്നു, ഭയങ്കരമായിട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഫോട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് ഫോട്ടോഗ്രാഫി ആയിട്ടൊന്നും പറയാനായിട്ടില്ല. എന്നാലും പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ചെയ്തു വന്ന ഒരു ഫോട്ടോ ആണ് റോയൽ എൻഫീൽഡിൻ്റെ കഫേ റേസറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ നിന്ന് തിരിച്ച് ട്രെയിനിൽ വെളുപ്പാങ്കാലത്ത് ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങി, വണ്ടി എൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുകയായിരുന്നു സ്റ്റാച്യൂവിൽ. അപ്പോൾ അതുവരെ ഞങ്ങൾ നടന്നു വരികയാണ് ചെയ്തത്. എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ഷോറൂമിൻ്റെ അവിടെ വെച്ച് ഷോറൂമിൽ അങ്ങനെ ആ ഒരു ഇത് ഭംഗിയിൽ കണ്ടപ്പോൾ ഞാൻ അപ്പോഴും വെളുപ്പാങ്കാലത്ത് എടുത്തൊരു ഫോട്ടോയാണത്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യൽ അവരുടെ പേജിൽ ആ ഫോട്ടോ ഞാൻ അങ്ങനെ എൻ്റെ പേര് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നല്ല റിവ്യൂ കിട്ടിയൊരു ഫോട്ടോയാണത്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഫ്രെയിംസ് ഇങ്ങനെ. അതായത് വീട്ടിലെ ചെറിയ ചെറിയ ഒബ്ജക്ട്സ്, അത് ചിലതൊക്കെ നല്ല ഭംഗിയുണ്ടാകും. ഞാൻ കാണുമ്പോൾ അങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്ത് വന്നതിൽ ഒരെണ്ണം നല്ല പേര് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാസറ്റ്, പണ്ടത്തെ നമ്മുടെ ഈ ടേപ്പ് റെക്കോർഡ് ചെയ്യുന്ന കാസറ്റ്,
ഇപ്പം ആർക്കും കാണാൻ പോലും കിട്ടാത്തൊരു സാധനമാണ്. അതെന്തോ അങ്ങനെ തോന്നി ഞാൻ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് റിവ്യൂ വന്നൊരു ഫോട്ടോയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോയും കൂടെയാണ്. ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര രസമാണ്. പക്ഷേ അത് ചില ഫോട്ടോസ് ഫ്ലോപ്പായി പോകുക, ചില ഫോട്ടോസ് നല്ല ഹൈലൈറ്റ് ചെയ്ത് വരാറുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വന്നൊരു ഫോട്ടോയാണ് ആ കാസറ്റ് ഫോട്ടോ.